ഹായ് ഫ്രണ്ട്സ്, മാളൂസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ വല്യമ്മയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന നാടൻ പഴുത്ത കുടംപുളി ഉപയോഗിച്ചിട്ടുള്ള ഒരു കറിയുണ്ട്. അതാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ കുടംപുളി പറിക്കാം. പഴുത്ത കുടംപുളി പറിച്ചിട്ടുണ്ട്. ഇനി കറിക്ക് വേണ്ട കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം നമുക്ക് പറിക്കാം. ഇനിയും പച്ചമുളക് പറിക്കാം. ഇനി കറിവേപ്പില പറിക്കാം. കറിവേപ്പില എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒടിച്ച് തന്നെ എടുക്കാവുള്ളൂ, എന്നാലേ അത് പൊട്ടി കിളിക്കത്തുള്ളൂ. ഇത് എൻ്റെ ആട്ടിൻകുട്ടിയാണ്. 2 പേരുണ്ട്. ഇത് നാണി, അത് നന്ദിനി. നമ്മൾ പറിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന ഈ ഒരു കുടംപുളി നമുക്ക് നല്ല ഒന്ന് ഉടച്ചിട്ട് കുരു എല്ലാം കളഞ്ഞ് നല്ല പോലെ ഒന്ന് കഴുകിക്കൊണ്ട് വരാം. ഈ ഒരു കറിയിൽ വെറൈറ്റി ആയിട്ട് നമ്മൾ ചേർക്കുന്നത് മുരിങ്ങയ്ക്കയാണ്. മുരിങ്ങയ്ക്കായും കുടംപുളിയും കൊണ്ടുള്ള ഒരു കറിയാണിത്. കറിക്ക് ആവശ്യമായ സാധനങ്ങൾ നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന കുടംപുളി, മുരിങ്ങയ്ക്ക, ജീരകം, കടുക്, മുളക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, തേങ്ങ, എണ്ണ എന്നിവയാണ്. നമ്മൾ ഈ കറി വെക്കുന്ന മൺചട്ടിക്കകത്താണ്. ആദ്യമേ ചട്ടിയിലേക്ക് മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാം. മുരിങ്ങയ്ക്ക ആദ്യം ഇടുന്നതിൻ്റെ കാരണം മുരിങ്ങയ്ക്കയ്ക്ക് നല്ല വേവ് കൂടുതലുണ്ട്, അതുകൊണ്ടാണ് ഇടുന്നത്. മുരിങ്ങയ്ക്ക ഒരു പാതി വേവ് ആകുമ്പോഴത്തേക്കേ ഇതിനകത്തോട്ട് കുടംപുളി ചേർക്കത്തുള്ളൂ. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഇനി വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വേവിക്കാം. ഇനി ഗ്യാസ് കത്തിച്ചു കൊടുക്കാം. ചട്ടി എടുത്ത് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതൊന്ന് വേവുന്ന ആ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. നമുക്കിത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് അരഞ്ഞൊന്ന് നോക്കാം. ഇത് അരഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം നമ്മൾ കറിയിലേക്ക് ചേർക്കാൻ. ഇതൊന്ന് വെന്തോ നോക്കാം. മുരിങ്ങയ്ക്ക വെന്തിട്ടുണ്ട്. ഇത് ഫുള്ളൊന്നും വേവണ്ട, പാതി വേവ് മതി. ഇനി ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. പുളി ഒത്തിരി ഒന്നും ചേർക്കണ്ട. 1 പുളി എടുത്താൽ അതിൻ്റെ പകുതിയോളം മതി. ഒത്തിരി ചേർത്ത് കൊടുത്താൽ പുളി കൂടുതലാവും. ഇനി ഇത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് വേവിക്കാം. ആദ്യമേ തന്നെ നമ്മൾ പുളിയും മുരിങ്ങയ്ക്കായും വേവിക്കാൻ വേണ്ടി വെച്ചപ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടി ചേർത്തായിരുന്നു. അതുകൊണ്ടാണ് അരപ്പിനകത്ത് മഞ്ഞൾപ്പൊടി ഇടാഞ്ഞത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. പുളി വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. പുളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ചാറുകറി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് നീട്ടിയാണ് എടുക്കുന്നത്. ഇനി നമ്മൾ അരച്ചെടുത്ത ആ മിക്സിയുടെ ജാറിലേക്ക് നിന്ന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് കലക്കിയെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഈ സമയം ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഞാൻ ഉപ്പ് നോക്കിയപ്പോഴത്തേക്കും കുറച്ചും കൂടി ഉപ്പ് വേണം, അതിട്ട് കൊടുക്കുക. തിളക്കി തൊട്ട് മുമ്പുള്ള ഈ ഒരു സമയം, ആവിയൊക്കെ പൊങ്ങുന്നൊരു സമയം, ആ സമയത്ത് നമുക്ക് ഈ കറി ഒന്ന് നിർത്തി കൊടുക്കാം. ഇനി ഈ കറിക്ക് വേണ്ട കടുക് തളിക്കാം. ആദ്യം തന്നെ പാത്രം വെച്ച് സ്റ്റൗ കത്തിക്കാം. പാത്രം ഒന്ന് ചൂടാകട്ടെ. പാത്രം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഉള്ളിയും വറ്റൽമുളകും ഒക്കെ നല്ലപോലെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഈ കടുക് വറുത്തതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ആ എണ്ണയുടെ ചൂടിൽ അതൊന്ന് മൂത്ത് കൊടുക്കും. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ മുരിങ്ങയ്ക്ക കൊടുമ്പുളിച്ചാറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. അപ്പം കൊടുമ്പുളിയൊക്കെ കിട്ടുന്ന ഒരു സീസണാണ് ഇപ്പം. അതുകൊണ്ട് എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ കമൻറ്റ് രേഖപ്പെടുത്തുകയും വേണം. വേറൊരു വിഭവമായി വരുന്നത് വരെ ടാറ്റാ. എൻ്റെ ഈ പുതിയ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയും അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യണം.